ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇതുപോലത്തെ ഒരു DSLR ക്യാമറ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് എങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കാം. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ മൂന്ന് ഘടകങ്ങളാണ് ഷട്ടർ സ്പീഡ്, ISO, അപ്പറേച്ചർ. അപ്പോൾ ഈ ഒരു 3 സംഭവമാണ് നമ്മുടെ ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവലിൽ തൊട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ എന്ത് കാണാം? ഷട്ടർ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഷട്ടർ സ്പീഡിനെ കുറിച്ച് ഞാൻ പറയാം. ഈ ഷട്ടർ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷട്ടർ സ്പീഡ് നോർമലി സിമ്പിളായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ക്യാമറയുടെ ഉള്ളിലേക്ക് വെളിച്ചം വരുന്ന ഒരു ഷട്ടർ. ഓക്കെ, ഒരു ഷട്ടർ ഉണ്ടായിരിക്കും. ആ ഷട്ടറിൽ തുറക്കുമ്പോൾ വെളിച്ചം വരും, ഫോട്ടോ ആവുന്നു, ഷട്ടർ അടയുന്നു, ഫോട്ടോ ആവുന്നു. ഓക്കെ, നമുക്ക് എത്ര ടൈം വരെ ഈ ഷട്ടർ തുറന്ന് വെക്കണം, എത്ര ടൈം വരെ ഈ ഷട്ടർ അടച്ച് വെക്കണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബേസിക്കലി ഇതൊരു 30 സെക്കൻഡ് മുതൽ ഒരു സെക്കൻഡിൽ 4000 അംശം, ഇല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ 8000 അംശം, അങ്ങനെയുള്ള പല രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ക്യാമറയ്ക്ക് അനുസരിച്ചിട്ടും ഇത് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഷട്ടർ കുറേ നേരം തുറന്ന് വെച്ചാൽ വെളിച്ചം നല്ലപോലെ വരും. അപ്പോൾ നമ്മുടെ ഫോട്ടോ നല്ല ബ്രൈറ്റ് ആയിരിക്കും. ഷട്ടർ നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചം കമ്മിയായിരിക്കും, അപ്പോൾ ഫോട്ടോ ഡാർക്കായിരിക്കും. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷട്ടർ സ്പീഡും അതുപോലെ തന്നെ മോഷനും തമ്മിലൊരു ബന്ധം വരുന്നുണ്ട്. അതായത് ഷട്ടർ സ്പീഡ് നമ്മൾ കൂടുതൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 1/1000 നമ്മൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ പറയുക വെച്ചാൽ ഒരു കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓടിക്കൊണ്ടിരിക്കുന്ന കുട്ടി എന്താവും? ഫ്രീസായിട്ട് അവിടെ നിൽക്കും. ചുറ്റുഭാഗം ഫ്രീസായിട്ട് കുട്ടി അവിടെ നിൽക്കും. ഓക്കെ, തിരിച്ച് നമ്മളൊരു 1/25 വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്നൊരു കുട്ടി ബ്ലറായിരിക്കും ഓടുന്നത്, അതുപോലെ തന്നെ ബ്ലറായിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഷട്ടർ സ്പീഡ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഷട്ടർ കൗണ്ട് കൂട്ടി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലോങ് എക്സ്പോഷർ ആയിരിക്കും. ലോങ് എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി പോകുന്ന ലൈന് മാത്രമേ നമുക്ക് കാണുള്ളൂ, വണ്ടിയെ നമുക്ക് കാണില്ല. ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മാത്രം കാണുള്ളൂ. തിരിച്ച് ഫ്രീസ് ആക്കണം എന്നുണ്ടെങ്കിൽ ഷട്ടർ കൗണ്ട് കൂട്ടി കൊടുക്കുക. 1/1000 ഇല്ലെങ്കിൽ 1/500 വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീസ് ആക്കാൻ പറ്റും. അങ്ങനെ ഫ്രീസ് ആക്കുമ്പോൾ എന്താവും? വെളിച്ചം കുറയും. വെളിച്ചം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ISO കൂട്ടി കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈറ്റ്, എക്സ്ട്രാ ലൈറ്റ് വെച്ച് കൊടുക്കാം. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് വരുന്നത്. ഇതാണ് ബേസിക്കായിട്ട് ഷട്ടർ കൗണ്ട് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ISOയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. ഇതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും അടുത്ത വീഡിയോയിൽ വരുന്നുണ്ടായിരിക്കാം.